ബീവി കരഞ്ഞ് കരഞ്ഞ് എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അവനിൽ സുജൂദിലായി വീണു. ജനകീയ കോടതിയിൽ ആസുറ ബീവിയുടെ കേസ് വിചാരണക്കായി വന്നു. വ്യഭിചാരം ചെയ്യുന്നത് നേരിൽ കണ്ടുവെന്ന് ഒരേ സ്വരത്തിൽ പറയുന്ന 4 സാക്ഷികൾ. ആസുറ ബീവി തന്നെ രഹസ്യവേഴ്ചയിലേക്ക് ക്ഷണിച്ചുവെന്ന്, താൻ അവരുമായി വ്യഭിചരിച്ചു എന്നും ആവർത്തിച്ചു പറയുന്ന സെയ്ദ്. ഏത് കോടതിക്കും ഇതിൽ പരം എന്ത് തെളിവാണ് വേണ്ടത്? ഞാൻ നിരപരാധിയാണ്, എന്നെ കരുതി കൂട്ടി ചതിച്ചതാണ് എന്നുള്ള കരിങ്കലിനെ പോലും അലിയിക്കുന്ന രീതിയിലുള്ള ബീവിയുടെ അപേക്ഷകൾക്കായി അവിടെ ആരും തയ്യാറായില്ല. തന്നെയുമല്ല, നീതി നടപ്പാക്കേണ്ട ഭരണാധികാരിയാണ് ന്യായാധിപ സ്ഥാനത്തിരിക്കുന്നത്. പക്ഷെ അയാളുടെ ആവശ്യം ആസുറ ബീവിയെ ശിക്ഷിക്കണമെന്നുള്ളതാണ്. പിന്നെങ്ങനെയാണ് മറച്ചു ചിന്തിക്കുക? ഒരു ദാക്ഷിണ്യവും കാട്ടാതെ അബ്ദുറഹ്മാൻ വിധി പ്രഖ്യാപിച്ചു. ഇവിടെ ആസുറ ബീവി സയ്യിദ് എന്ന ഭൃത്യനുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് പകൽ വെളിച്ചം പോലെ തെളിഞ്ഞിരിക്കുന്നു. ആരാണ് പ്രേരിപ്പിച്ചത് എന്ന കാര്യത്തിൽ മാത്രമേ